ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗ്രീൻ ടീയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഗ്രീൻ ടീൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രീൻ ടീ എങ്ങനെ കുടിക്കണമെന്നും ഗ്രീൻ ടീൻ്റെ ഗുണവും ദോഷങ്ങളും എല്ലാം അറിഞ്ഞിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ അതിൽ കിട്ടിയ കുറച്ച് കമൻസിനെ ബേസ് ചെയ്തിട്ട് മറ്റൊരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിച്ച്. എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ ടീ എങ്ങനെ തയ്യാറാക്കണമെന്നും അത് എപ്പോൾ കുടിക്കണമെന്നും അതെങ്ങനെ കുടിച്ചാലാണ് ദോഷകരമായി ബാധിക്കുക എന്നുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഗ്രീൻ ടീ തയ്യാറാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ നമുക്ക് ആദ്യം കാണാം. അപ്പോൾ ഗ്രീൻ ടീ തയ്യാറാക്കേണ്ട ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. കുടിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരിക്കലും നമ്മൾ ഗ്രീൻ ടീ ഡയറക്റ്റ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കാൻ പാടില്ല. അങ്ങനെ കുടിച്ചാൽ ഗ്രീൻ ടീയിലുള്ള എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെടും. നമുക്ക് ഗ്രീൻ ടീ ഗുണകരമായിട്ട് കിട്ടുന്ന ഒരു ഗുണവും നമ്മുടെ ശരീരത്തിന് അങ്ങനെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ കിട്ടില്ല. അപ്പോൾ സാധാരണ ചായയും കാപ്പിയൊന്നും ഉണ്ടാക്കുന്ന പോലെയല്ല ഗ്രീൻ ടീ ഉണ്ടാക്കേണ്ടത്. ആദ്യം വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വെള്ളം തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വെള്ളം തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു വെള്ളം നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം ഗ്രീൻ ടീ ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ചിട്ടോ അല്ലാതെയോ വെയിറ്റ് ചെയ്യാം. ആ 3 മിനിറ്റിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ വെള്ളം കുടിക്കാൻ വേണ്ടി പാടുള്ളൂ. അരിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുടിക്കാം. നല്ല ചൂടിൽ ഗ്രീൻ ടീ കുടിക്കാൻ ഒരിക്കലും പാടില്ല. അങ്ങനെ നല്ല ചൂടിൽ കുടിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മളെ അന്നനാളത്തിന് പോറൽ വരും. അതുപോലെ തന്നെ അൾസർ ഉണ്ടാവാനും ക്യാൻസർ വരാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഗ്രീൻ ടീ ചൂടോടുകൂടി കുടിക്കാൻ പാടില്ല. ഇത് 3 മിനിറ്റ് വെച്ച് അതിൻ്റെ സത്തെല്ലാം അതിലേക്ക് ഇറങ്ങിയതിന് ശേഷം അരിച്ചിട്ട് നിങ്ങൾക്ക് കുടിക്കാം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഡയറക്റ്റ് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചാൽ ഗ്രീൻ ടീൻ്റെ എല്ലാ ഗുണവും പോകും. അപ്പോൾ ഈ 2 കാര്യം നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം, വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഗ്രീൻ ടീ കുടിക്കുകയാണെങ്കിൽ ഏറ്റവും ചെയ്യുന്ന മണ്ടത്തരാണ് എംപ്റ്റി സ്റ്റൊമക്കിൽ ഗ്രീൻ ടീ കുടിക്കുക എന്നുള്ളത്. എംപ്റ്റി സ്റ്റൊമക്കിൽ ഗ്രീൻ ടീ കുടിച്ചാൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും. അത് മാത്രമല്ല ഗ്യാസ് ട്രബിളിനും നെഞ്ചരിച്ചലിനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിലുള്ള അസുഖമുള്ളവരാണെങ്കിൽ ഒരിക്കലും അങ്ങനെ കുടിക്കാൻ പാടില്ല. എല്ലാത്തവരും കുടിക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും ഇത് കുടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭക്ഷണത്തിൻ്റെ 1 മണിക്കൂറിന് ശേഷം മാത്രമേ ഇത് കുടിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ 10 മിനിറ്റ് മുന്നേ ഇത് കുടിക്കുക എന്നാണെങ്കിൽ നിങ്ങൾക്ക് 75 മുതൽ 100 കിലോ കലോറി വരെ കുറക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ ടീ സഹായിക്കും. പിന്നെ ഭക്ഷണത്തിൻ്റെ കൂടെ കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കുടിച്ചാൽ നമുക്ക് ഫുഡിൽ കൂടെ കിട്ടുന്ന എല്ലാ ന്യൂട്രിയൻസും ഗ്രീൻ ടീ വലിച്ചെടുക്കും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് അതങ്ങനെ കുടിക്കരുതെന്ന് പറയുന്നത്. പിന്നെ ഉറങ്ങാൻ പോകുന്നതിൻ്റെ മുന്നെയും ഗ്രീൻ ടീ കുടിക്കാൻ പാടില്ല. അത് നമ്മളെ ഉറക്കത്തിനെ സാരമായി ബാധിക്കും. അതേപോലെ തന്നെ ആങ്സൈറ്റി പോലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഗ്രീൻ ടീ കുടിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഭക്ഷണത്തിൻ്റെ കൂടെ കുടിക്കാൻ പാടില്ല. അതേപോലെ തന്നെ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇത് കുടിക്കാൻ പാടില്ല. തിളപ്പിച്ച് കുടിക്കാൻ പാടില്ല. നല്ല ചൂടിൽ കുടിക്കാനും പാടില്ല. അതേപോലെ ടീ ബാഗാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 3 മിനിറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ 1 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ തന്നെ അതിൻ്റെ ഗുണങ്ങൾ കിട്ടിക്കോളും. 3 മിനിറ്റിൻ്റെ മേലെയോ 1 മിനിറ്റിൻ്റെ മേലെയോ ഒക്കെ വെക്കുകയാണെങ്കിൽ, അതായത് ടീ ബാഗ് 1 മിനിറ്റിൻ്റെ മേലെയും ഈ ഒരു ഗ്രീൻ ടീ എന്ന് പറയുന്ന ഈ ഒരു ലീഫ് 3 മിനിറ്റിൻ്റെ മേലെയും വെക്കുകയാണെങ്കിൽ അതിൻ്റെ എന്താ പറയുക, അതിനൊരു കയ്പ്പ് രസം വരും. അതുപോലെ തന്നെ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും ഗുളിക കുടിക്കുന്നവരൊക്കെ ആണെങ്കിലും ഗ്രീൻ ടീ കുടിക്കുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെ അനുവാദത്തോടു കൂടി മാത്രമേ കുടിക്കാനും പാടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഗ്രീൻ ടീയിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ ഗ്രീൻ ടീ കൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. വെറുതെ സാധാരണ ചായ കാച്ചി കുടിക്കുന്നത് പോലെ ആരും ഗ്രീൻ ടീ കുടിക്കരുത്. പിന്നെ പറയാൻ മറന്നുപോയി, മാക്സിമം 3 കപ്പ് ഗ്രീൻ ടീ അത് മാത്രമേ ഒരു ദിവസം ഒരാൾക്ക് കുടിക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനാണെങ്കിൽ ഗ്രീൻ ടീൻ്റെ എല്ലാവിധ ആരോഗ്യ ഗുണങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതാണ്. പിന്നെ ഗ്രീൻ ടീൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ ഒരുവിധ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതൊന്ന് കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.